everyone, welcome to our YouTube channel. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പിരിയം ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകണേ. നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ട് താഴെ ഒരു ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ പിരികം ഒന്ന് ത്രെഡ് ചെയ്യണം. പിന്നെ ഒരു മുടി അപ്പടി പൊഴിയുക. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ സൈഡല്ല ഇതിൻ്റെ ഈ എൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് ചെയ്തിട്ട് വരാവേ. ആക്ച്വലി ടിജോയ്ക്ക് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഹെലനെയും ഇച്ചുൻ്റെ അടുത്താക്കി. ഹെയ്ഡും കൂടെ സ്കൂളിൽ പോയിരിക്കുക. എന്നിട്ട് ഓടിപ്പോയി ചെയ്തിട്ട് അപ്പോൾ നമുക്ക് പാർലറിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ പാർലറിലെത്തി അവരോട് സംസാരിച്ചു. ആദ്യം ഐബ്രോസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെറ്റിലൊരു പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആ ചേച്ചി മാറ്റുന്ന കാണുന്നത്. അങ്ങനെ പൊട്ടൊക്കെ മാറ്റി പുള്ളിക്കാരി ആദ്യം പൗഡറൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. കാരണം ഇവർ നേപ്പാളിൽ നിന്നുള്ളവരാണ്. ഇവർക്ക് കുറേ സർവീസുകളുണ്ട്. എല്ലാ സർവീസിനും ഒന്നിനൊന്നിനും മെച്ചമാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇവരുടെ അടുത്താണ് പോകുന്നത്. ഞാനിവിടെ ഫുജേറിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു പാർലറിൽ ഇതുവരെ പോയിട്ടില്ല. ഇവരുടെ പാർലറിലാണ് സ്ഥിരമായിട്ട് ഞാൻ പോകുന്നത് കേട്ടോ. ഒത്തിരി നല്ലോണം ചെയ്യും. നമ്മൾ ചെന്നാൽ അതുപോലെ കെയറുമാണ്. അപ്പം നമ്മൾ പിന്നെ അവർക്ക് കുറേ സ്റ്റാഫുകളുണ്ട്. അപ്പം ഞാനൊരു ഉച്ച സമയത്ത് പോയത് കാരണം ആ സമയത്ത് അവിടെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ല രസമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തരും കേട്ടോ. നല്ല ഭംഗിയിൽ പെട്ടെന്ന് ചെയ്തു തരും. ഇടയ്ക്ക് നൂല് പൊട്ടിപ്പോന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചേച്ചി ദീദി നല്ലപോലെ ചെയ്തു തന്നു. ഇവിടെ ഇവർ ത്രെഡിങ്ങിന് മാത്രം 15 ദിർഹമാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഫോർഹെഡും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ദിർഹംസ് അവിടെ എക്സ്ട്രാ ആവും, അതായത് 20 ദിർഹംസ്. അപ്പം എൻ്റെ പിരിയത്തിൻ്റെ അടിയിൽ കുറച്ച് എക്സ്ട്രാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കാരണം പുള്ളിക്കാരി അതൊരു പ്ലക്കർ വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് തന്നു. ത്രെഡ് ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിയാണ്ട് ടെൻഡൻസി ഉള്ളതുകൊണ്ട് അവിടെ ആ ഒരു ഏരിയ സോഫ്റ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരി ഒരു പ്ലക്കർ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് അത് ചെയ്തു തന്നു. പിന്നെ അത് കുഞ്ഞൊരു കോമ്പൗണ്ട് ചെയ്തിട്ട് ഐബ്രോസ് സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി തന്നു. പിന്നെ മുഖത്തുണ്ടായിരുന്ന ഇതൊക്കെ പുള്ളിക്കാരി ക്ലീൻ ചെയ്തു. പിന്നെ ഇവിടെ ഒരു മസാജ് ഉണ്ട് കേട്ടോ. അടിപൊളി മസാജ്. ഈവൻ നമുക്ക് നെറ്റിക്ക് ആണെങ്കിൽ അവർ ചെയ്യുന്നൊരു മസാജ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, ഫ്യൂ സെക്കൻഡ്സേ ഉള്ളൂ ഒരു ക്രീം ഇട്ടിട്ടുള്ളൊരു മസാജ്. പക്ഷെ നന്നായിട്ട് ആ ഫോർഹെഡിൽ ചെയ്യും. നമുക്ക് ഹെഡേക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അത്ര നല്ലപോലെയാണ് അവർ മസാജ് ചെയ്യുന്നത്. നമ്മളൊക്കെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമറായതുകൊണ്ട് നമ്മളോട് ഭയങ്കര കെയറാണ്. അതായത് ഇപ്പം നമ്മൾ അതിപ്പം ഇന്ന ആളെന്നൊന്നുമില്ല, അവർ ആര് ചെന്നാലും അത്രയും കെയറായിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, കുഞ്ഞ് വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നത് കാരണം എനിക്ക് വേഗം തന്നെ ചെയ്തു തരാറുണ്ട് സർവീസുകളൊക്കെ. ഇപ്പോൾ ഇതൊരു ആഫ്റ്റർനൂൺ ടൈം ആയിട്ടാണ് കേട്ടോ ഇപ്പം വലിയ തിരക്കില്ലാതിരിക്കുന്നത്.
പിന്നെ ഐബ്രോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഹെയറും കൂടെ കുറച്ച് കട്ട് ചെയ്യാം. കാരണം എനിക്ക് നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആ ഹെയർ പൊഴിയുന്നതാണ്, എൻ്റെ ബുഷിയിലുള്ള ഹെയർ പൊഴിഞ്ഞ് പോകുന്നതാണ് ഞാൻ ആ ദീദിനെ കാണിച്ചത്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു കുറച്ച് അതിൻ്റെ എഡ്ജ് മാത്രം ഒന്ന് ജസ്റ്റ് കുറച്ച് കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഹെയർ കട്ടൊക്കെ ആണെങ്കിലും ഭയങ്കര എന്താ പറയുന്നത്, നമ്മുടെ തലയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ടും വേദനിപ്പിക്കാതെ ഭയങ്കര സ്മൂത്തായിട്ടാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. അത്രയും എന്താ പറയുക, കുഞ്ഞു കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് അവർ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ചെയ്തു തരുന്ന സർവീസുകൾ. അങ്ങനെ ചീക്കിയിട്ട് ഒരു ലേശം ഞാൻ മുറിച്ചുള്ളൂ കേട്ടോ, ഒരു പൊടിക്ക് മാത്രം. അതായത് ഞാൻ എന്താ പറയുന്നത് ലെയറോ ഫെദറോ ഒന്നുമല്ല കട്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു സ്പ്ലിറ്റൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകേണ്ടിയിട്ടും പിന്നെ മുടിയൊക്കെ ഒന്ന് ലെവലേ കിടക്കേണ്ടിയിട്ടുമായിട്ട് മാത്രം ഞാൻ ഇച്ചിരി ഹെയർ കട്ട് ചെയ്യിച്ചതാണേ. മുറിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. കണ്ടോ, രണ്ട് മുടി മുറിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. നോക്കിക്കേ എന്ത് രസമാക്കി തന്നു. പിന്നെ ഇപ്പോൾ നമുക്കിത് പൊക്കി അങ്ങോട്ട് കെട്ടി വയ്ക്കാം. അയ്യോ, ആദ്യമായിട്ട് എൻ്റെ പൊട്ടെടുത്ത് വെച്ചേക്കട്ടെ. എൻ്റെ മുന്നിലത്തെ പിരികം നിങ്ങൾ കണ്ടതല്ലേ? ഇപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ട് പിരികം ചെയ്ത് തന്നിട്ടുണ്ട്. ചെറിയൊരു മസാജും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ക്യാഷൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. ഒരിത്തിരി ഞാൻ മുറിച്ചുള്ളൂ കേട്ടോ, കാരണം ഇതിന് ഭയങ്കര പൊഴിച്ചിലായതുകൊണ്ട് തന്നെ ഒരു പൊട്ടിക്ക് ഞാൻ മുറിച്ചുള്ളൂ. പൈസ കൊടുത്ത് നമുക്ക് പോവാം. ओके मैम, थैंक यू सो मच. आपका नाम क्या है जी? बिनू. ओके जी. आपका नाम क्या है जी? माया. हाँ, माया. ആ, ഇവർ രണ്ടുപേരും നേപ്പാളിൽ നിന്നുള്ളവരാ. അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ സർവീസും ഇവർ ചെയ്തു തരും.
सब्सक्राइब कीजिए, लाइक कीजिए, हाँ जी थैंक यू दीदी support थैंक यू कीजिए। हाँ थैंक यू दीदी थैंक यू बाय टेक केयर താങ്ക് യു സോ മച്ച് ബ്യൂട്ടിഫുൾ ഹെയർ സ്റ്റൈൽ ഓക്കെ താങ്ക് യു സോ മച്ച് എൻ്റെ തലമുടിയൊക്കെ ഒന്ന് വെട്ടിയതാ ഭയങ്കരമായിട്ട് പൊഴിയാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ കുറച്ചൊന്ന് കട്ട് ചെയ്തു അതുപോലെ തന്നെ ഐബ്രോസ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു കേട്ടോ ഐബ്രോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു മുടിയും മുറിച്ച് വെച്ചിരാ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്താറായി അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സീ യു വിത്ത് അനദർ ഗുഡ് വീഡിയോ ബൈ ടേക്ക് കെയർ